വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓവുചാലിൽ കക്കൂസ് മാലിന്യം നിറഞ്ഞ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പരിഹാര നടപടി തേടി നഗരസഭാ അധികൃതർ. എവിടെ നിന്നാണ് കക്കൂസ് മാലിന്യം എത്തുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നഗരസഭാ ചെയർമാൻ പി.കെ. ശശിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഇവിടങ്ങളിൽ പരിശോധന നടത്തി. വൈസ് ചെയർമാൻ ഷൈനി, നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയാണ് രാവിലെ സ്ഥലത്തെത്തിയത്. ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്നും മാലിന്യം ഓവുചാലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്നറിയാൻ സ്ലാബുകൾ നീക്കി പരിശോധന നടത്തി. ദിവസേന ഒരുപാട് ആളുകൾ ഈ ശുചിമുറി ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കപ്പാസിറ്റിയുള്ള സെപ്റ്റിക് ടാങ്ക് അല്ല സ്റ്റാൻഡിലുള്ളതെന്നാണ് സംശയം. അതിനാൽ ടാങ്ക് നിറഞ്ഞ മാലിന്യം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന സംശയമുണ്ടായിരുന്നു. സ്ലാബുകൾ നീക്കിയതിൽ നിന്നും കക്കൂസ് മാലിന്യം ഒഴുകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഗാടിന്റെ പണി നടന്നുകൊടുക്കുമ്പോഴാണ് ഇതിനകത്ത് വലിയൊരു ഓവ് ഇതിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് അവിടെ കാണുന്നത്. അപ്പോൾ ഓവിന്റെ ഭാഗത്ത് ചളി നീക്കം ചെയ്തപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ഓവിന്റെ ഭാഗത്തേക്ക് അടിഞ്ഞുകൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ ഈ കംഫർട്ടിൻ്റെ മലം പോകുന്ന ഈ ടാങ്കിക്ക് പുറത്ത് ഓവർഫ്ലോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കാര്യത്തിൽ ഇതിനകത്തുനിന്ന് ഉള്ള ഈ മലം ഇതിനകത്തേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനകത്ത് നഗരസഭ എന്ന രീതിയിൽ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ഇതിൻ്റെ മിസ്റ്ററി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഓവും കാര്യങ്ങളൊക്കെ പൊന്തിച്ചുള്ളത്. ആ പരിശോധനയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇന്ന് പുറത്തേക്ക് തള്ളുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നഗരസഭ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആലോചിച്ചിട്ട് അതിന് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗം കുഴിച്ച് നിർമ്മാണ പ്രവൃത്തി ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിയത്. അല്പം കുഴിച്ച ശേഷം നിലവിലെ ഓവുചാൽ പൊളിച്ചപ്പോഴാണ് കക്കൂസ് മാലിന്യം പുറത്തേക്ക് വന്നത്. കുഴിയിൽ കക്കൂസ് മാലിന്യം നിറയുകയും ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്തു. ഇതോടെ പ്രവൃത്തി നിർത്തി. വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പരിഹാരമാവാതെ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്നും അസുഖം വരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. മഴ പെയ്താൽ ഈ വെള്ളം ഉയർന്നു പൊങ്ങുകയും കക്കൂസ് മാലിന്യം ബസ് സ്റ്റാൻഡും റോഡിലും ഒഴുകുകയും ചെയ്യും. കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുമെന്നാണ് ആശങ്ക. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.